എനിക്ക് ആ സമയത്ത് എന്റെ വെയിറ്റ് 96 ആയിരുന്നു, 96 പോയിന്റ് സംതിങ് ആയിരുന്നു. ഇല്ല, എനിക്ക് ചോറ്, മാങ്ങക്കറി, മീൻകറി ഇഷ്ടമാണ്. പിന്നെ അച്ചിങ്ങ പയർ വളർത്തിയത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഫിസിക്ക് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടൊരു ക്യാരക്ടർ ചെയ്യണത്. സ്കിൻ മര്യാദയ്ക്ക് കെയർ ചെയ്യാത്തതിന്റെ ശിക്ഷ പോലെ കിട്ടിയതാണ്. ഞാൻ അത്രക്കാരനല്ല, ഫിഷിങ് താല്പര്യമുണ്ട്, പിന്നെ ഡ്രൈവ് ഇഷ്ടമാണ്. നിങ്ങൾ ആരും പ്രണയിക്കരുത്. ഹായ് ഹലോ ഗൃഹലക്ഷ്മി വ്യൂവേഴ്സ്, ഇന്ന് മെൻ ഇൻ ഫാഷനിൽ വി ഹാവ് ദ വെരി ഓൺ ആന്റണി വർഗീസ് പെപ്പെ. വെൽക്കം ടു ദി ഷോ. അതെ, ഒട്ടും ഫാഷൻ ഇല്ലാത്ത ആള്. ഫസ്റ്റ് വി കൻ സ്റ്റാർട്ട് വിത്ത് ദാവീദ്. യുവർ ക്യാരക്ടർ നെയിം ഇസ് ആഷിഖ് അബു ആണ്. അബു നിങ്ങളാണെങ്കിൽ അപ്പൊ ദാവീദ് എന്ന് പറയുന്ന ടൈറ്റിൽ എങ്ങനെ? അതിന്റെ സ്റ്റോറി ഇല്ലേ, ദാവീദ് മഹാരാജാവിന്റെ സ്റ്റോറി, ബൈബിളിലുള്ള സ്റ്റോറി. ഓക്കെ, അതിന്റെ തന്നെ വേറൊരു വേർഷനാണ് നമ്മുടെ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി. അബുവിന്റെ ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? മസിൽ പവർ ആണ്, ബോഡി. ഓക്കെ, എന്താണ് അബു ലൈഫിൽ അച്ചീവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് പാഷനൊന്നുമില്ല. അബുവിന് ഭാര്യയുണ്ട്, പിന്നെ ഒരു കുട്ടിയുണ്ട്, പിന്നെ ഒരു കൊച്ചാപ്പയുണ്ട്. അത് നമ്മുടെ സൈജു ഗ്രൂപ്പ്. ഭാര്യയായിട്ട് അഭിനയിച്ചത് ലിജോമോളാണ്. പിന്നെ കുട്ടിയായിട്ട് അഭിനയിച്ചത് ജസ് കുക്കു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയരാഘവൻ ചേട്ടനുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ കിച്ചു ഉണ്ട്. ഫിസിക്കലി കുറെ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്രോക്സ് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഒരു 23 കിലോ ഏകദേശം കുറച്ചു എന്ന് കേട്ടു. സോ അങ്ങനെ ഒരു ചലഞ്ചിങ് റോള് ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്ക്രിപ്റ്റ് ഭയങ്കര ഒരു കോംപ്ലിക്കേഷനും ഇല്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കഥ. അത് പിന്നെ ഒരു സ്പോർട്സ് മൂവിയും കൂടിയാണ് ശരിക്കും. ബോക്സിംഗ് ഉണ്ട്, ഫാമിലി പരിപാടി ഉണ്ട്, എല്ലാം കൂടിയുള്ള ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് പരിപാടി. എനിക്കൊന്ന് ഫിസിക്കലി കുറെ ചലഞ്ചസ് മറ്റു ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒരുപാട്. കാരണം എനിക്ക് ആ സമയത്ത് എന്റെ വെയിറ്റ് 96 ആയിരുന്നു, 96 പോയിന്റ് സംതിങ് ആയിരുന്നു. RDX ഒക്കെ കഴിഞ്ഞ കാലഘട്ടത്തില്. അത് കഴിഞ്ഞ് ഇതിന്റെ ട്രെയിനിങ് തുടങ്ങുമ്പോൾ എനിക്ക് അത്രയും വെയിറ്റ് ഉണ്ട്. ഒരു 2 മണിക്കൂർ ജിമ്മിൽ പോകണം, പിന്നെ ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഡയറ്റ്, ഇതെല്ലാം കൂടി ആവുമ്പോ നമ്മുടെ വെയിറ്റ് ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞു. ആസ് എൻ ആക്ടർ, ഈ ഒരു ക്യാരക്ടർ പെപ്പെ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ബൗണ്ടറീസ് ഏത് ലെവൽ വരെ പുഷ് ചെയ്തു? ഏതൊക്കെ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത്? ഒന്ന് എന്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഫിസിക്ക് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണത്. ആക്ടിങ്ങിൽ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പരിപാടികളും നമ്മൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ക്ലാസ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഒരു ശരൺ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനറുണ്ട്, പുള്ളിയുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ഇതിനു വേണ്ടിയല്ല, മൊത്തത്തിൽ ഒരു മൂവിക്ക് വേണ്ടി അങ്ങനെയല്ല. അപ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കണമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത്. കുറെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ കീപ് ട്രൈയിങ്. അതായത് ക്യാരക്ടർ അല്ലാതെ കുറെ ഫിസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പേഴ്സണലി ഫോർ യുവർ ലൈഫ് എന്തെങ്കിലും ചേഞ്ചസ്? അത്രയും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു മടിയും ഒരു ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ട് മാറും, നമുക്ക് എനർജി മാറും. പിന്നെ എവിടെ ചെന്നാലും എല്ലാവരും റെസ്പെക്ട് കിട്ടും. ഇത്രയും തടി കുറച്ചൂലോ എന്ന് വെച്ചിട്ട് തടി ഉള്ളതൊരു തെറ്റൊന്നല്ല, പക്ഷെ അവരെ കുറ്റം പറയുന്നതല്ല. നമ്മുടെ എഫേർട്ടിന് ആൾക്കാർ നമുക്ക് തരുന്ന ഒരു റെസ്പെക്ട്, ഒരു സ്നേഹം. എനിക്ക് തോന്നുന്നു 2 മാസം ഞങ്ങള് മൂവിക്ക് മുമ്പേ ഡയറ്റ് പരിപാടിയൊക്കെ തുടങ്ങി, ഇതെല്ലാം ട്രെയിനിങ് പരിപാടി തുടങ്ങി. അത് കഴിഞ്ഞ് മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇതേപോലെ തന്നെ ഫുൾ ഇതേപോലെ ട്രെയിനിങ്, ബോക്സിങ്, ഡയറ്റ് പക്ക പിടിച്ചു പോയി. എന്തായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ ഫുഡ് റൂട്ടീൻ? എന്തായിരുന്നു തുടക്കത്തിൽ? ആദ്യം 2 ബ്രെഡ്, പിന്നെ 2 മുട്ട, പിന്നെ ഈ പ്രോട്ടീൻ ഇൻടേക്സ് ഉണ്ട്, ഈ ചോക്ലേറ്റ് പല പല ഫ്ലേവറിലുള്ള സംഭവങ്ങൾ. അത് നമ്മൾ വെള്ളത്തിൽ അല്ലെങ്കിൽ നമ്മൾ യോഗട്ടിൽ അത് മിക്സ് ചെയ്തിട്ട് ഐസ്ക്രീം പോലെ കിട്ടും. അപ്പൊ അതിൽ മറ്റു ഷുഗർ കണ്ടന്റ് വളരെ കുറവാണ്. അത് കഴിക്കും. പിന്നെ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്, തണ്ണിമത്തം കഴിക്കാം, മുന്തിരി കഴിക്കാം, അങ്ങനെ പേരക്ക കഴിക്കാം. മെയിനായിട്ട് തണ്ണിമത്തങ്ങയാണ് പറയണത്, കാരണം അതിനകത്ത് അതുണ്ട്. പിന്നെ ഉച്ചയാക്കി ചോറ്, അത് പക്ഷെ 150 ഗ്രാം ചോറ്, പിന്നെ മീൻകറി അല്ലെങ്കിൽ ചിക്കൻ കറി, അതും അളവുണ്ട്, 100 ഗ്രാം എന്തോ അളവുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഉറത്ത് കഴിക്കാം, പക്ഷെ എല്ലാത്തിലും വെളിച്ചെണ്ണ വളരെ കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് തന്നെ റിപ്പീറ്റ് വൈകുന്നേരം. ഇങ്ങനെയായിരുന്നു കുറെ നാള്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഡയറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബ്രെഡ് മാറി. ബ്രെഡ് കളഞ്ഞു, മുട്ട മാത്രം. പിന്നെ ഉച്ചക്ക് ചോറ് എടുത്ത് കളഞ്ഞിട്ട് ചിക്കൻ, സലാഡ്, അങ്ങനത്തെ പരിപാടി. വൈകുന്നേരം അങ്ങനെ തന്നെ. വാട്ടർ ഇൻടേക്ക് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ 8 ലിറ്റർ 10 ലിറ്റർ കുടിക്കേണ്ടി വരും. ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഭയങ്കര മൂത്രം ഒഴിച്ച് നമ്മൾ പണ്ടാരടക്കും. ഏറ്റവും ഗോ ടു ഒരു കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇല്ല, എനിക്ക് ചോറ്, മാങ്ങക്കറി, മീൻകറി ഇഷ്ടമാണ്. പിന്നെ അച്ചിങ്ങ പയർ വളർത്തിയത്, പിന്നെ ഉണക്കമീൻ. അങ്കമാലി മാങ്ങാക്കറിയാണോ? അങ്കമാലി മാങ്ങാക്കറി. പിന്നെ ഉണക്കമീൻ മമ്മി മറ്റേ
Okay. ഈ ഉള്ളി ഒക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് ചതച്ചിങ്ങനെ ഉണ്ടാക്കും. അത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചെമ്മീൻ ചമ്മന്തി. അത് കപ്പലോടുന്നു. ഓക്കെ. സോ ഫിലിമിൽ വന്നതിന് ശേഷം ലൈക് സ്കിൻ കെയർ നോക്കി തുടങ്ങിയോ? ഞാൻ അതിൽ ഭയങ്കര ബാക്കോട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് കുറച്ച് ചേഞ്ച് വന്നു. കാരണം എനിക്ക് താരനൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി. അതപ്പോ സ്കിൻ മര്യാദക്ക് കെയർ ചെയ്യാത്തതിന്റെ ശിക്ഷ പോലെ കിട്ടിയതാണ്. അപ്പൊ നമ്മള് 1-2 ഡോക്ടേഴ്സിനൊക്കെ കണ്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു. ഓക്കെ. എവറി ഡേ എന്തെങ്കിലും ഒരു സ്കിൻ കെയർ റൂട്ടീൻ അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ഇപ്പൊ കുറച്ച് മറ്റേ സെറ്റാഫിലിന്റെ മറ്റേ ക്രീം, ഫേസ് വാഷ് ഉണ്ട്, പിന്നെ ക്രീം ഉണ്ട്, അതൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ, പിന്നെ ഷാംപൂ അങ്ങനത്തെ പരിപാടികളൊക്കെ ആദ്യം ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഓക്കെ. എന്തെങ്കിലും വൈഫിന്റെയോ അല്ലെ വീട്ടിൽ ഹോം റെമഡീസ് ലൈക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ അതൊക്കെ നമ്മൾ കുറെ പരീക്ഷ നോക്കി ഈ താരം വന്നു കഴിയുമ്പോ. പക്ഷെ ഒന്നും വർക്കൗട്ട് ആവില്ല. ഈ ഇടയ്ക്ക് അമ്മ മറ്റേ എന്താ മഞ്ഞപ്പൊടി ഏതാണ്ടൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇടയ്ക്ക് വെറുതെ തേച്ച് വെക്കും. പിന്നെ ഈ കപ്പങ്ങയില്ലേ, കപ്പങ്ങയുടെ അത് പപ്പായയുടെ ഇത് മുഖത്ത് തേക്കും. പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഞാൻ പിന്നെ ഫുൾ ടൈം വെയിലത്ത് മറ്റേ ക്രിക്കറ്റ് കളിക്കാനും ഓരോ ഇതിനൊക്കെ പോയി കഴിയുമ്പോ പക്ഷെ ഇത് മറ്റേ സാധനമൊക്കെ തേച്ചിട്ടാ പോണേ, സൺസ്ക്രീൻ ഒക്കെ തേച്ചിട്ടാ പോണേ. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താണ് ഫ്രീ ടൈമിൽ ചെയ്യാൻ ഏറ്റവും ആഗ്രഹമുള്ള ഒരു സാധനം? സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിനിമയൊന്നും ഇല്ലാതെ ഒരു ഫ്രീ ടൈം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും യു വുഡ് ലവ് ടു ഡു? ആദ്യം കള്ളുകൂടി വരുന്ന താല്പര്യം, പക്ഷെ അതിപ്പോ താല്പര്യമില്ല. വേറെ എന്താ, ഫിഷിങ് താല്പര്യമുണ്ട്. അത് പക്ഷെ ഈയിടെയായിട്ട് കുറെ നാളായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഡ്രൈവ് ഇഷ്ടമാണ്. ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകും. പിന്നെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകും, ഫ്രണ്ട്സിനോട് വർത്താനം പറയും. അതൊക്കെ തന്നെ പരിപാടി. അതൊക്കെയാണ് ഫ്രീ ടൈം ഹോബീസ്. ഒരു നോർമൽ ജിം ഡേ എങ്ങനെയാണ്? മോർണിംഗ് ജിം പേഴ്സൺ ആണ്, ഈവനിങ് ജിം പേഴ്സൺ ആണ്? മോർണിംഗ് പോണതാണ് രസം. ആണല്ലേ? ആ ഒരു എനർജി പിന്നെ അത് ഭയങ്കര രസമാണ്. മോർണിംഗ് പോയി നമ്മൾ സെറ്റായി വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അന്നത്തെ ദിവസം മൊത്തം ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പാർട്ട് ഓഫ് സിനിമ പ്രൊമോഷൻസ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വെറുതെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഡ്രസ് ഇട്ടിട്ട് പോകാനാന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ്? മുണ്ടും ഷർട്ടൊക്കെ ആണെങ്കിൽ താല്പര്യം. ഒരു ആക്സസറി ദാറ്റ് യു ഓൾവേസ് ലവ് ടു വെയർ? അങ്ങനെയൊക്കെയാണെങ്കിൽ ഗ്ലാസസ്, ഷെയ്ഡ്സ് ഇഷ്ടമാണ്. ചെയിൻസോ? അത് ഇഷ്ടമാണ്. പിന്നെ മറ്റേ ഈ കമ്മലില്ലേ, അതിപ്പോ എന്റെ കമ്മല് കാണാനില്ല, ആരും അടിച്ചിട്ട് തോന്നുന്നു. ഏറ്റവും എക്സ്പെൻസീവ് ഗാഡ്ജറ്റ് ദാറ്റ് യു ഓൺ? ഞാനൊന്നും വാങ്ങാറൊന്നുമില്ല. വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഗ്ലാസ് വാങ്ങിച്ചിട്ടുള്ളൂ, വേറെ ഷെയ്ഡ്സ് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് എന്റെ ഒരു കൂട്ടുകാരൻ പ്രസന്റ് തന്നിട്ടുണ്ട്. ഏതിന്റെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടു. ലൂയിട്ടന്റെ ഗ്ലാസ് എനിക്ക് തോന്നുന്നു 1,80,000 അങ്ങനെ എന്താണ് അതിന്റെ വില. ഞാൻ മേടിച്ചല്ല കേട്ടോ, ഞാൻ അത്രക്കാരനല്ല. ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അല്ലേ, ലൂയി വിറ്റോന്റെ ഒരു ഷെയ്ഡ്സ്. അതാണ് മോസ്റ്റ് എക്സ്പെൻസീവ് ഒരു ആക്സസറി യു ഓൺ. ബെസ്റ്റ് അഡ്വൈസ് യു റിസീവ്ഡ് എന്താണ് ഫാഷനില്? നീ ഇപ്പൊ നടക്കണവര് നടക്കരുത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് നീ ഇപ്പൊ നടക്കണവര് നടക്കരുത്, കുറച്ചും കൂടി നല്ല മേനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണം. ഫാഷനിൽ എനിക്ക് കിട്ടിയ അഡ്വൈസ്, അത് എനിക്ക് സ്ഥിരം കിട്ടാറുള്ള അഡ്വൈസ് ആണല്ലേ? എന്നിട്ട് അത് കിട്ടിയിട്ട് മാറ്റാൻ ശ്രമിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് മാറി നോക്കി, ഇടയ്ക്കൊക്കെ നല്ല ഡ്രസ്സ് നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് നടക്കാറുണ്ട്. ഒരു ആക്ഷൻ സ്റ്റാർ എന്നുള്ള ഒരു പേര്, യു ഓൺ എ ടൈറ്റിൽ ലൈക്ക് ദാറ്റ്? എനിക്ക് അങ്ങനെ ആ ടൈറ്റിൽ വേണമെന്ന് ഒരു ആഗ്രഹമില്ല. ഇപ്പൊ വരുന്ന ബോക്സിംഗ് ആണെങ്കിലും കുറെ അല്ല, അത് ഇപ്പൊ വരുന്ന പടം ഈ ദാവീദ് എന്ന് പറഞ്ഞ പടം പക്ക ബോക്സിംഗ് പടം അല്ല. ബോക്സിംഗ് ഉണ്ട് അതിനകത്ത്, പക്ഷെ പക്ക ഫാമിലി ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു സിമ്പിൾ, അതായത് വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത വളരെ ആർക്ക് കണ്ടാലും മനസ്സിലാവുന്ന സിമ്പിൾ സ്റ്റോറിയാണ്. ഫാൻസിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? ഏറ്റവും വേണ്ടത് സന്തോഷം, സമാധാനം. അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനേ ഞാൻ പറയുള്ളൂ. അത് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് നേടാൻ നോക്കിയാലും നമ്മുടെ ലൈഫിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ സന്തോഷത്തോടെ സമാധാനത്തോടെ അടിച്ചു പൊളിക്കാം. അപ്പൊ ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ ചെയ്യാനുള്ളതൊക്കെ തന്നെ വന്നോളൂ. സോ പ്രണയം എത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണെന്നാണ് വിചാരിക്കുന്നത്? അല്ല, പ്രണയം അത് വളരെ നല്ലതാണ്, പക്ഷെ ഞാൻ പറയും നിങ്ങൾ ആരും പ്രണയിക്കരുത്. അല്ല, ഞാൻ വെറുതെ ഒരു ഉപദേശം തന്നു. നിങ്ങൾക്ക് സന്തോഷവും സമാധാനം വേണ്ടേ? അത് വേണമെന്നുണ്ടെങ്കിൽ പ്രണയിക്കരുത്. വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും എങ്ങനെ മാനേജ് ചെയ്തു പോകും? വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണ് ഞാൻ എല്ലാം വീട്ടിൽ നിന്ന് തന്നെ പോകുള്ളൂ. അതാണ് ഏറ്റവും. ഞാൻ അങ്ങനെ അധികം ഹോട്ടലിൽ പോയി നിൽക്കലില്ല. എന്താ സിനിമ തന്നത് ലൈഫില്? കുറെ യാത്രകൾ നടത്താനുള്ള ഒരു ഇത് കിട്ടി. ഞാൻ ഭയങ്കര യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ വേറെന്താ, സുഹൃത്തുക്കളെ കിട്ടി. പിന്നെ നമ്മളെ എല്ലാവർക്കും അറിയും, എവിടെ ചെന്നാലും ഒരു സ്നേഹവും ഇതൊക്കെ റെസ്പെക്റ്റും ഇല്ലെങ്കിലും സ്നേഹമുണ്ട്. അത് തന്നെ വലിയ കാര്യം. ഇനി ലൈക്ക് പുതിയ അപ്കമിങ് മൂവീസ് ഒക്കെ എന്തൊക്കെയാണ്? ഹനീഫ്
അതെനിയില്ലേ മാർക്കോന്റെ ഒക്കെ ഡയറക്ടർ, പുള്ളി എഴുതുന്ന പരിപാടി ഉണ്ട്, അത് തുടങ്ങിയിരിക്കും. പിന്നെ വേറെ 2-3 പരിപാടികൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം മെൻ ഇൻ ഫാഷനിൽ വന്ന് കുറച്ച് നമ്മൾ ഫാഷൻ ടീം എന്തൊക്കെയോ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ബീങ് വിത്ത് us.